നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ വേറൊരു വിശേഷം പറയാൻ വേണ്ടി വന്നത് ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ വരാൻ പോകണം. എല്ലാവർക്കും ട്രെയിലർ കാണാണ്ട് എല്ലാവർക്കും വിഷമമായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ട്രെയിലർ ഇറങ്ങാൻ പോകുന്നത്. ട്രെയിലർ ഉണ്ടാവില്ല, പലരും പറഞ്ഞു ട്രെയിലർ ഉണ്ടാവില്ല. ആ സിനിമയിൽ കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ ആളുകൾ അറിയും. അതുകൊണ്ടായിരിക്കും എന്തൊക്കെ ഊഹാപോഹങ്ങളായിരുന്നു. ട്രെയിലർ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കഥ മുഴുവൻ മനസ്സിലാവും. അതുകൊണ്ടാണ് ട്രെയിലർ ഇറക്കാത്തത്. അങ്ങനൊരു വിഭാഗം. ചിലർ പറഞ്ഞു ട്രെയിലർ ഇറങ്ങാത്ത കാലം വിഷമിച്ചിട്ടിരിക്കും. നമ്മൾക്കൊക്കെ വിഷമമുണ്ടായിരുന്നു ട്രെയിലർ ഇറങ്ങാത്ത കാലം. അങ്ങനെ എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിക്കൊണ്ട് മമ്മൂക്ക അത് ട്രെയിലർ ഇറക്കി വിടാൻ പോവുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച മെയ് 12 ഞായറാഴ്ച ട്രെയിലർ ഇറങ്ങാൻ പോവുകയാണ്. അത് ദുബായിലാണ് വെച്ചിട്ടാണ് ലോഞ്ചിങ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഗംഭീര ട്രെയിലർ തന്നെയാണ് വരാൻ പോകുന്നത്. ഇപ്പം ഞട്ടുന്ന ഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്നാണ് ഞട്ട ഷർട്ട് ബ്ലാക്ക് ആയിരുന്നു. അത് ടർബോ ജോസിൻ്റെ കലിപ്പ് റോളിൽ വരുമ്പോഴുള്ള സംഭവമാണ്. എന്നാൽ ടർബോ ജോസ് ഡീസൻ്റ് ആവുന്ന സമയത്ത് വെള്ള ഷർട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് മെക്കെട്ട് കയറാൻ വരരുത്. ഞാൻ കേട്ട സംഭവമാണ്. വെള്ള ഷർട്ട് ഇട്ടാൽ ഞങ്ങൾ ഡീസൻ്റ് എത്ര, കറുപ്പ ഷർട്ട് ഇട്ടാൽ പിന്നെ പിടിച്ച കിട്ടില്ല, ഇടിച്ച് പൊള്ളിച്ച് കളയും. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ഇതുവരെ കാണാത്ത ഇടിയുണ്ട്. മമ്മൂക്കനെ പലരും കളിയാക്കണവരുണ്ട്. ഇടി ചെയ്യണമെങ്കിൽ മമ്മൂക്ക് കയറ് വേണം, അല്ല ടീനി ടോം വേണം, മറ്റൊരു ടീനി ടോമിന് നേരെ നടക്കാൻ തന്നെ ആവതില്ലാത്തൊരു മനുഷ്യനാണ്. നേരെ ടീനി ടോം അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഇടിയുടെ ആളാണെങ്കിൽ, നല്ലൊരു ആക്ഷൻ മിടുക്കനാണെങ്കിൽ ടീനി ടോമിന് എത്ര സിനിമ കിട്ടും. ടീനി ടോമിന് അഭിനയിക്കാൻ അറിയില്ല. ടീനി ടോമിന് ഡമ്മിയാക്കി നിർത്താൻ, അതായത് ബാക്ക് ഭാഗം കാണിക്കാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. പല സിനിമകളിലും ഡബിൾ റോൾ അഭിനയിക്കും. ബാക്ക് ഭാഗം സജഷൻ എന്ന് പറയും. സജഷൻ വയ്ക്കും, ബാക്കിൽ നിന്ന് ക്യാമറക്ക് കാണിക്കുമ്പോൾ സജഷൻ വെച്ച് സംസാരിക്കാനൊക്കെ ഈ പിശാസിനെ കൊണ്ട് കാര്യമില്ല. ടീനി ടോമിനെ കൊണ്ട് 10 ദിവസത്തേക്ക് ഉപകാരമില്ല. മറ്റുള്ള നടന്മാരുടെയൊക്കെ ബന്ധം കൊണ്ട് കുറേ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ റോൾ അഭിനയിച്ചു. ഏത് പൊട്ടനും കുറേ നാൾ അഭിനയിച്ചാൽ നല്ല മിടുക്കനാവാൻ പറ്റും. ഇതുവരെ ടീനി ടോമിനും മിടുക്കനാവാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഏതാൾക്കാർക്കായാലും മിമിക്രി കുറേ നാൾ മിമിക്രിയൊക്കെ ചെയ്ത് ഓരോ നടന്മാരെ അനുകരിച്ച് കഴിഞ്ഞാൽ സ്വയമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതുവരെ ടീനി ടോമിന് സ്വന്തം ശബ്ദത്തിലാണ് മമ്മൂക്കാന് മറ്റുള്ള നടന്മാരെയൊക്കെ ടീനി ടോം പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ടീനി ടോമിന് കുറ്റം പറയാനല്ല നമ്മൾ വന്നത്. നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ കുറേ ആൾക്കാർ ഇതിന് വന്നതിൻ്റെ ഇടയിലും മെഴുകാൻ വരും. ഇടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ടീനി ടോം എന്നൊക്കെ പറയും. കയറ്, റോപ്പ്, തേങ്ങ, മാങ്ങാന്ന് പറയും. അതൊന്നല്ല മക്കളെ. ഇടി എന്ന് പറഞ്ഞാൽ ഇതിൽ ആള് അത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആളെ. വൈശാഖ അതുപോലെ കഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ്, നിതിൻ മാനുവലും കൂടിയിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് അഭിനയിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇത്രയും വയസ്സായിട്ട്, 73 വയസ്സായിട്ട് ആൾക്ക് എന്താ പറയുക, ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. മറ്റുള്ള നടന്മാർ, പല നടന്മാർ നമ്മൾ പറയുമ്പോൾ 10 കൊല്ലം കൂടി ബാക്കിലാണെന്ന് ആലോചിക്കും. 10 കൊല്ലം കഴിഞ്ഞിട്ട് അവരിങ്ങനെ 73 വയസ്സിൽ ഇങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയേണ്ട പൈസ തരാം. 10 കൊല്ലം കഴിഞ്ഞിട്ടാ മറ്റുള്ള നടന്മാരുടെ കാര്യം ആലോചിക്കുക. 10 കൊല്ലം ഇപ്പോഴെന്നെ അവസാനിപ്പിക്കാൻ നോക്കുകയാണ് പലരും. മമ്മൂക്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് പല നടന്മാരും, സീനിയർ നടന്മാരായിട്ട് ആൾക്കാർ മലയാള സിനിമയിൽ നിൽക്കും. മമ്മൂക്ക പണി നിർത്തി എന്ന് പറഞ്ഞാൽ അവർ നിർത്തും. ഇത് മമ്മൂക്ക നിർത്താണ്ട് അവർക്ക് നിർത്താൻ ഒരു വിഷമമായിട്ടാണ് നിർത്താത്തത്. അല്ലെങ്കിൽ പലരും പണി ഇത് കഴിഞ്ഞ് അവസാനിച്ച് കയ്യിലുള്ള എല്ലാ വെടിമരുന്നും സ്റ്റോക്കൊക്കെ കഴിഞ്ഞുള്ള ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ മമ്മൂക്കോട് നിർത്തുന്ന കാണാനില്ല. 73 വയസ്സായിട്ട് പിന്നെ അഭിനയിക്കാൻ നടക്കുക. അതുകൊണ്ട് നിർത്താത്താണ്. അപ്പോൾ വെള്ള ഷർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. വെള്ള ഷർട്ട് ഇതുപോലത്തെ വെള്ള ഷർട്ടല്ല, മറ്റുള്ള കട്ടിയുള്ള തുണിയുള്ള വെള്ള ഷർട്ടുള്ള ഷർട്ട് ഇട്ടിട്ട് നമ്മുടെ ജീപ്പ് ഡ്രൈവറായിട്ടുള്ള ജോസാട്ടാൻ ഇറങ്ങുകയാണെങ്കിൽ വെള്ള ഷർട്ടാണെങ്കിൽ അയാൾ ഡീസൻറ്റ്. കറുപ്പ് ഷർട്ട് ഇട്ടോ. പിന്നെ ഇടിയിലെ പെരുന്നാളാണ്. അപ്പോൾ ഇടിയിലെ പെരുന്നാൾ കാണാൻ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇടിയിലെ പെരുന്നാൾ. എന്തായാലും ഞാൻ കൊന്തോർന്ന സെറ്റിൻ്റെ വേറെ ഞാൻ അടുത്ത ദിവസം വീഡിയോ ചെയ്യുമ്പോൾ കൊന്തൊക്കെ ഇട്ടിട്ട് ബ്ലാക്ക് ഷർട്ടൊക്കെ എന്തായാലും ഉണ്ട്. പക്ഷേ ആ ഡബിൾ പോക്കറ്റ്, വലിയ പോക്കറ്റുള്ള സാധനമല്ല. എന്തായാലും വരുന്നുണ്ട്. എന്തായാലും ഗംഭീരം ആവും. നമ്മളെന്തായാലും മെയ് 12 എല്ലാവർക്കുള്ള ബിരിയാണി വിളമ്പുന്നുണ്ട് മമ്മൂക്ക. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കുക. എന്തായാലും ബിരിയാണി സൂപ്പർ ബിരിയാണി, ഏറ്റവും കോഴിക്കോടൻ ബിരിയാണി തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.